പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയെക്കുറിച്ച് നമ്മളിങ്ങനെ ഈശോയോടൊപ്പം ചേർന്ന് ധ്യാനിക്കുകയാണ്. വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് എളിമ വേണം. പരിശുദ്ധമ്മ പറയുന്നത് എന്താ? കർത്താവ് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചെന്ന് പറയും. താഴ്മയെ എളിമപ്പെടുമ്പോഴാണ് കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് വരികയും നമുക്ക് അവിടുത്തെ കരബലത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയി വിശുദ്ധിയിൽ ചരിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ എളിമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെശയ്യാ 66:2 ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ അനുഗ്രഹിക്കുക. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടാവണം. ആഴത്തിലുള്ള എളിമ. കർത്താവ്, ഞാൻ അങ്ങയുടെ മുന്നിൽ ഒന്നുമല്ല, എല്ലാം അങ്ങയുടെ ശക്തിയും കരുത്തും കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യവും എളിമയും ഉണ്ടാവണം. പിന്നെ അനുതാപം ഉണ്ടാവണം. ഞാൻ പാപിയാണ് കർത്താവെ, ഒരിക്കലും അങ്ങയുടെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു യോഗ്യതയും ഇല്ല എന്നുള്ളൊരു ആഴത്തിലുള്ളൊരു ബോധ്യത്തിൽ കർത്താവിൻ്റെ മുന്നിൽ നിലകൊള്ളാനും പ്രാർത്ഥിക്കാനും പഠിക്കുമ്പോഴാണ് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുക. ലൂക്കാ 18:9-14 ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഫരിസേയൻ നിന്നുകൊണ്ട് താൻ ചെയ്യുന്ന വീരകൃത്യങ്ങളും നന്മകളും ഇങ്ങനെ ദൈവത്തിൻ്റെ മുന്നിൽ ഉദ്ഘോഷിക്കുകയാണ്. പക്ഷെ അപ്പുറത്ത് ചുങ്കക്കാരൻ എന്താ ചെയ്യുക? ദൈവത്തിൻ്റെ നേരെ തല പോലും പൊക്കി നോക്കാതെ അവൻ മാറത്തടിച്ചുകൊണ്ട് പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാഷ്ടാംഗം വീണ് എളിമയോടെ താഴ്മയോടെ പ്രാർത്ഥിക്കുകയാണ്. എളിമയിൽ കർത്താവ് വരികയാണ്. വചനം പറയുന്നത് എന്താ? ഈ ചുങ്കക്കാരൻ ഫരിസേയനേക്കാൾ കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങി എന്നാ പറയുക. അത് നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാ? എളിമയിലാ, ആ താഴ്മയിലാ. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. സങ്കീർത്തനം 115:1 ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഒന്നും നമുക്കല്ലെന്നേ, എല്ലാം കർത്താവിന്. കർത്താവ് തന്നതുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്നു. പരിപൂർണമായി അവനിൽ സമർപ്പിക്കാം, പരിപൂർണമായി അവനിൽ ആശ്രയിക്കാം. പരിപൂർണമായിട്ട് ഈശോയെ, അങ്ങാണ് എൻ്റെ ജീവനും നാഥനും ഉറവയും ഉറവിടവും എല്ലാം എന്ന് ഏറ്റുപറഞ്ഞ് എളിമയോടെ ജീവിതം നയിക്കാം. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ എളിമയിൽ വളരാൻ കൃപ നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.